കായംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുതിയ അഭിഭാഷകർക്കായി ഇൻഡക്ഷൻ സെറിമണിയും നിയമ പഠന ക്യാമ്പും സംഘടിപ്പിച്ചു. ആലപ്പുഴ ജില്ലാ ജഡ്ജിയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുതിയ അഭിഭാഷകർക്കായി ഇൻഡക്ഷൻ സെറിമണിയും നിയമ പഠന ക്യാമ്പും സംഘടിപ്പിച്ചു. ബാർ അസോസിയേഷൻ ഹാളിൽ നടന്ന ക്യാമ്പ് ആലപ്പുഴ ജില്ലാ ജഡ്ജിയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി ഉദ്ഘാടനം ചെയ്തു. ഇതിൻ്റെതായ ഒരു ഡിഗ്നിറ്റി ഉണ്ട്. നമുക്ക് സമൂഹത്തിൽ കിട്ടുന്ന ആ ഒരു വില, അതുപോലെ തന്നെ നമ്മൾ ആ പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് നമുക്ക് സ്വയമായി കിട്ടുന്ന ആ ഒരു അഭിമാനം, ഇതൊക്കെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാത്തു സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഫഷൻ്റെ ആ ഒരു ഡിഗ്നിറ്റി നമ്മൾ കൈമോശം വരാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സീനിയേഴ്സിൽ നിന്ന് ഒരുപാട് നമ്മൾക്ക് പഠിക്കാനായിട്ടുണ്ട്. കാരണം പണ്ടൊരു സമയത്തൊക്കെ ഒരു സീനിയറിൻ്റെ കൂടെ വർഷങ്ങളോളം നിന്നതിന് ശേഷം മാത്രമാണ് സ്വന്തമായിട്ടൊരു ഓഫീസൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് പലർക്കും ധൈര്യപ്പെടുന്നത്. ഇപ്പോൾ പക്ഷേ അങ്ങനെയല്ല. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു വർഷം പോലും വേണ്ട ചിലർക്കൊക്കെ ഓഫീസ് തുടങ്ങുന്നത്. അത് ഒരർത്ഥത്തിൽ നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഒരു മറുവശം നമ്മുടെ എക്സ്പീരിയൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമുക്ക് ഈ കോർട്ട് ക്രാഫ്റ്റ് നമുക്ക് ആവശ്യമാണ്. കാരണം ഒരു കോടതിയിൽ നിന്ന് ഒരു ഓർഡർ സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ നമ്മൾ കോടതിയിൽ റെപ്രസെൻ്റ് ചെയ്യണം, ഏത് രീതിയിൽ നമ്മൾ ആ കേസ് പ്രസൻറ്റ് ചെയ്യണം, ഏത് രീതിയിൽ നമ്മൾ കേസ് ഡ്രാഫ്റ്റ് ചെയ്യണം, ഏത് രീതിയിൽ ക്ലയൻറ്റിനെ നമ്മൾ ഡീൽ ചെയ്യണം, ഇതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ മാത്രം നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. കാരണം അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ഓഫീസൊക്കെ തുടങ്ങി, ശരി, നല്ല കാര്യം, പക്ഷേ പതുക്കെ നമ്മളത് താഴത്തോട്ട് പോകാൻ തുടങ്ങും. ആദ്യം നമുക്ക് ഒരുപക്ഷെ കേസുകളുണ്ടാകും, അത്യാവശ്യം നമുക്ക് മുന്നോട്ട് പോകാനുള്ള വർക്കുകളുണ്ടാകും. പക്ഷേ ഇത് നമുക്കറിയാം, പല കക്ഷികളും പലരോടും കാര്യങ്ങൾ ചോദിച്ചിട്ടായിരിക്കും ഒരു വക്കീലിന്റെ അടുത്തേക്ക് വരുന്നത്. പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബോബൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി അഡ്വക്കേറ്റ് എച്ച് സുനി സ്വാഗതവും. കാര്യം മോശമല്ലാത്ത രീതിയിൽ അവരുടെ പ്രൊഫഷനും കരിയറും ഒക്കെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ കഴിവുള്ള കുട്ടികൾ തന്നെയാണ് ഈ രംഗത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പഠിക്കുമ്പോൾ ഉള്ള കുട്ടികളല്ല. ഇവിടെ സെക്രട്ടറി സൂചിപ്പിച്ചമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ആ ഒരു ലക്ഷ്യത്തോടുകൂടിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ LLBക്ക് പലരും പോയിക്കൊണ്ടിരുന്നത്. നേതാവാകുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയായിരുന്നു. അങ്ങനെയാണ് ജീവനും ഞാനും സുനിയൊക്കെ ഈ രംഗത്തേക്കൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പം അങ്ങനെയല്ല. സയൻസും മാത്സും കൊമേഴ്സും ഒക്കെ എടുത്ത് പഠിച്ച് നല്ല ബ്രില്യൻ്റ് കുട്ടികളാണ് ഈ രംഗത്ത് വരുന്നത്. നല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കോടതിയിലെ പെർഫോമൻസും വളരെ മെച്ചപ്പെട്ടതാണെന്നുള്ള അഭിപ്രായമാണ് എന്നെ സംബന്ധിച്ചുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ പ്രൊഫഷനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. കാര്യം എന്താ, ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് അഭിഭാഷകനാണ്. ഇന്ത്യയുടെ രാഷ്ട്രശില്പി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അഭിഭാഷകനാണ്. ഇന്ത്യ ഇത്തരത്തിലേക്ക് ബിൽഡ് ചെയ്തെടുത്ത, ഇന്ത്യ രാജ്യം എന്ന് പറയുന്ന രാജ്യം ഉണ്ടാക്കി തന്ന വല്ലഭായ് പട്ടേൽ അഭിഭാഷകനാണ്. വല്ലഭായ് പട്ടേലിൻ്റെ ചരിത്രമൊക്കെ പറഞ്ഞാണ്ടല്ല. ഈ പ്രൊഫഷൻ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ചരിത്രം പഠിക്കണം. അവർ നടത്തിയ കേസ് തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് കേസ് തോക്കുന്നത് വിജയിക്കുന്നത് വേറെ, പക്ഷേ അഭിഭാഷക വൃത്തി മറ്റൊന്ന്. അവർ നടത്തിയ ഓരോ കേസിനും ലക്ഷ്യമുണ്ടായിരുന്നു. സമൂഹത്തിലെ ഏറ്റവും ഉന്നതമായ പ്രൊഫഷനാണ് അഭിഭാഷക വൃത്തി എന്ന് പറയുന്നത്. ആ അഭിഭാഷക വൃത്തിയെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സമൂഹത്തിൽ ഉന്നതമായ സ്ഥാനമാണ് നൽകുന്നത്. എവിടെ ചെന്ന് നിന്നാലും സാറേ എന്നുള്ള വിളിയും നമ്മളെ അംഗീകരിക്കുന്നതുമായ ബന്ധപ്പെട്ടൊരു പ്രൊഫഷനാണ്. ആ പ്രൊഫഷനിൽ വരുമ്പോൾ അതിൻ്റെതായ ഡിഗ്നിറ്റിയും പ്രൗഡും അതെല്ലാം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഒരു അഭിഭാഷകനാകുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ പലരും അഭിഭാഷകനാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ മേഖലയിൽ കടന്നു വരുന്നവരാണ്. വളരെ അപൂർവം ആളുകൾ മാത്രമാണ് സാഹചര്യത്തിൻ്റെ വഴിത്തിരിവിൽ വന്ന് ഇതിലകപ്പെട്ടു പോകുന്നത്. ഞാനാണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് അന്ന് രാഷ്ട്രീയ രംഗത്ത് നിൽക്കണമെങ്കിൽ അഭിഭാഷകനായി പഠിക്കണമെന്നുള്ള ഒരു പ്രചോദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ മേഖലയിലും കടന്നു വന്നത്. എന്നാൽ പിന്നീട് ഈ കഴിഞ്ഞ 25 വർഷക്കാലം നമുക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം, ഈ മേഖലയിൽ നിന്ന് ജീവിതം കരുപിടിപ്പിക്കുവാനും സമൂഹത്തിൽ നമുക്ക് അംഗീകാരം കിട്ടുന്നതിനും ഈ പ്രൊഫഷൻ കൊണ്ടാണ് കഴിഞ്ഞിട്ടുള്ളത്. എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്, നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അസമത്വങ്ങൾക്കെതിരായി പോരാടാനുള്ള ശക്തി നിങ്ങളുടെ നാവിനും നാക്കിനും ഉണ്ടാകാൻ കഴിയുന്ന ഒരു പ്രൊഫഷനാക്കി ഇതിനെ മാറ്റണം. അതിന് രാഷ്ട്രീയ പാർട്ടികളുടെയോ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെയോ യാതൊരു വിധത്തിലുള്ള ചട്ടക്കൂട്ടും ആവശ്യമില്ല. ട്രഷറർ അഡ്വക്കേറ്റ് ഉണ്ണി ജയവാര്യത്ത് നന്ദിയും പറഞ്ഞു. ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഐശ്വര്യ റാണി മുഖ്യപ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ഒ ഹാരിസ്, അഡ്വക്കേറ്റ് KS ജീവൻ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.